ഫെർമെൻറ്റഡ് പഴത്തൊലി വളത്തിൽ പൊട്ടാസ്യം കൂടുതലുണ്ടെന്നും അതുകൊണ്ട് ചെടികൾ പൂക്കാനും കായ്ക്കാനും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും. 3 ദിവസം പുളിപ്പിച്ച ശേഷം ആ ലായനി അരിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ചണ്ടിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ വേസ്റ്റ് ഞാൻ ഒരു വളമായിട്ട് ഉപയോഗിക്കും. കറിവേപ്പിൻ്റെ തടം എടുത്തിട്ടുണ്ട്. വലിയ ചെടിച്ചട്ടിയാണത്. 18 ഇഞ്ചോ അതോ 22 ഇഞ്ചാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഇനി അത് ഇടാനാണ് പ്ലാൻ ചെയ്യണേ. കുറച്ചുകൂടെ അരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ആ പാത്രത്തിൽ വെച്ചിട്ടാണ് പുളിപ്പിച്ചെടുത്തത്. അപ്പോൾ കുറേശ്ശെ അരിച്ചെടുക്കുകയാണ്. നമ്മുടെ ചായ ഫിൽറ്റർ ചെയ്യണ അരിപ്പ് തന്നെ ഒരു പഴയത് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിനൊരു റീയൂസായി, അത് കേടായിട്ട് കളയാൻ പോകുന്നതായിരുന്നു. അരിച്ചെടുത്തതിൻ്റെ വേസ്റ്റ് ഇതാ കറിവേപ്പിൻ്റെ കടക്കിലിട്ട് കൊടുത്തു. അപ്പോൾ അതിലും കുറച്ച് ലായനി ഉണ്ടാവും, മുഴുവൻ അരിച്ചെടുക്കുമ്പോൾ പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് അവിടെ കറിവേപ്പിന് വളമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് അരിച്ച് കിട്ടിയ ലായനി, അതായത് ഫെർമെൻറ്റഡ് പഴത്തൊലി വളം. അത് വലിയ പാത്രത്തിലേക്കാക്കി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ആദ്യത്തെ വ്യൂവിൽ കണ്ട തക്കാളി ചെടികൾ അവിടെ മിക്കവാറും എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാനത് ഒഴിച്ചു കൊടുക്കും.